ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ലോകം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ. ഷവോമി ഫോണുകളുടെ കുറച്ച് ഹിഡൻ ടിപ്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ടിപ്പ് നമ്പർ 1, 3 ഫിംഗർ സ്ക്രീൻഷോട്ട്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 3 ഫിംഗർ വെച്ച് സ്ക്രീനിൽ എവിടെയെങ്കിലും താഴോട്ട് വലിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും. സ്ലൈഡ് 3 ഫിംഗേഴ്സ് ടു ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്നുള്ളത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നമ്മളിങ്ങനെ 3 ഫിംഗർ കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ അന്നേരം അവിടെ സ്ക്രീൻഷോട്ട് ഉണ്ടാകുന്നതാണ്. അതാണ് ഒന്നാമത്തെ ട്രിക്ക്. ഇനി രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോകാം. നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എടുക്കുക. അതിനകത്ത് ടോഗിൾ പൊസിഷൻ എന്നുള്ളത് എടുക്കുക. അവിടെ നമുക്ക് ഇപ്പോൾ ഈ വൈഫൈ എടുത്ത് ആദ്യം കാണുന്ന രീതിയിലേക്ക് ഇടണമെങ്കിൽ മുകളിലേക്ക് വലിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതുണ്ടോ, രണ്ടാമത് വൈഫൈ ആയിട്ട് കിടക്കുന്നതുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഒന്നാമത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് ഒന്നാമതായിട്ട് തന്നെ കിടക്കും. ഇവിടെ ഈ ഇവിടം വരെയുള്ളതാണ് ഈ നോട്ടിഫിക്കേഷൻ ബാറിനകത്ത് കാണിക്കുകയുള്ളൂ. താഴെയുള്ള ഏതെങ്കിലും വേണമെങ്കിൽ നമുക്കെടുത്ത് മുകളിലേക്ക് കയറ്റിയിടാവുന്നതാണ്. അതാണ് നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ്. ഓക്കെ, ഡ്യുവൽ ആപ്സ് അതെങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം സെറ്റിങ്സ് എടുക്കുക. അത് ഏതൊരു ആപ്പിനും അതിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഡ്യുവൽ ആപ്സ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് 2 വാട്സപ്പ് ഉണ്ടെങ്കിൽ 2 വാട്സപ്പും ഈ സിയോമിയുടെ ഫോണുകളിൽ ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെ ആക്ടിവേറ്റ് ആക്കുന്നതെന്ന് നോക്കാം. സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ ഡ്യുവൽ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് വേണ്ടതിൻ്റെ ഡ്യുവൽ ആപ്സ് എടുക്കാം. ഇപ്പോൾ ഞാൻ വാട്സപ്പിൻ്റെ ഡ്യുവൽ ആപ്സ് കൊടുത്ത് നോക്കുകയാണ്. ക്രിയേറ്റിംഗ് ഡ്യുവൽ ആപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടാവും. ഒരു വാട്സപ്പും കൂടെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒറിജിനൽ വാട്സപ്പ് ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് എൻ്റെ ഒറിജിനൽ വാട്സപ്പ്. അതുപോലെ അതിൻ്റെ ഒരു ഡ്യുവൽ ആപ്പും കൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടോ വാട്സപ്പ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് പുതിയ വേറെ നമ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇനി അടുത്തതാണ് അഞ്ചാമത്താണ് സെക്കൻഡ് സ്പേസ്. അതായത് നമ്മളിപ്പോൾ ഇതിനകത്ത് വീഡിയോസും ഗാലറികളൊക്കെ ഉണ്ട്. ഈ ഗാലറികളൊന്നും വേറെ ഒരാൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ കാണാതിരിക്കാനും, അതേപോലെ അവരിപ്പം പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴും, അതേപോലെ മറ്റു കൂട്ടുകാരൊക്കെ ചെകയുന്നുള്ളവർക്കൊന്നും ഇത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ സെക്കൻഡ് സ്പേസ് എന്ന് പറയുന്നത് ഇത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് ചെയ്യുന്നത് നോക്കാം. സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിനകത്ത് ഇവിടെ സെക്കൻഡ് സ്പേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇത് ഓൾറെഡി ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഗോ ടു സെക്കൻഡ് സ്പേസ് എന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ. ഗോ ടു സെക്കൻഡ് സ്പേസ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഇതുണ്ടോ, എൻ്റെ ഇത് സെക്കൻഡ് സ്പേസിലേക്ക് പോയിട്ടുണ്ട്. സെക്കൻഡ് സ്പേസിൽ ഞാൻ എൻ്റെ സെറ്റിങ്സ് എല്ലാം മാറ്റമാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരെ ഇവിടെ കൂട്ടേണ്ടി വന്നു. ഇവിടെ എൻ്റെ ഗാലറി എടുത്ത് നോക്കാം. കണ്ടോ, നോ ഫോട്ടോ, എംറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്പേസിൻ്റെ ഗുണം. ഇത് നമുക്ക് ഇവിടെ സ്വിച്ച് ചെയ്യാനുള്ളൊരു ഇതും കൂടെ തന്നിട്ടുണ്ട്. അത് ഞാൻ സ്വിച്ച് ചെയ്ത്, അപ്പോൾ അവിടെ സ്വിച്ച് ചെയ്യണമെങ്കിൽ പഴയ പാസ്വേഡ് കൊടുക്കണം. ഞാൻ പാസ്വേഡ് കൊടുത്തു. സ്വിച്ചിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ നമുക്കൊരു ആപ്ലിക്കേഷന് പാസ്വേഡ് ഇടാൻ വേണ്ടി ഇതിനകത്ത് മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ആപ്പ് ലോക്ക് പോലെയുള്ള ആപ്ലിക്കേഷനുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഏതൊരു ആപ്ലിക്കേഷനും പാസ്വേഡ് ഇടാൻ പറ്റും. അങ്ങനെ ചെയ്തെന്ന് നോക്കാം. സെക്യൂരിറ്റി എടുക്കുക. സെക്യൂരിറ്റി എടുത്തതിന് ശേഷം ഇതിനകത്ത് താഴോട്ട് വരിക. അവിടെ ആപ്പ് ലോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആപ്പ് ലോക്കിനകത്ത് ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആപ്പ് ലോക്ക് അവിടെ, അല്ലെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ ആപ്പ് ലോക്ക് എടുക്കുമ്പോൾ ഇവിടെ പാസ്വേഡ് 2 പ്രാവശ്യം പാറ്റേൺ രജിസ്റ്റർ ചെയ്യണം. പാറ്റേൺ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോയിൽ വരും. അതിനകത്ത് നമുക്ക് ആപ്പ് ലോക്ക് ഏതിനാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആപ്പ് ലോക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വാട്സപ്പിന് ആപ്പ് ലോക്ക് കൊടുക്കുകയാണ്. ഗാലറിക്ക് വേണമെങ്കിൽ ഗാലറിക്ക് ആപ്പ് ലോക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഗാലറിക്കും വാട്സപ്പിനും ആപ്പ് ലോക്ക് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ
ആപ്പ് ലോക്ക് ടേൺ ഓൺ ഉള്ളത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഗാലറിയും വാട്സപ്പും കാണിക്കും. നമുക്കിനി വാട്സപ്പ് എടുത്ത് നോക്കാം. ഇതുണ്ട്, ഇവിടെ വാട്സപ്പിൽ ലോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ലോക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് വാട്സപ്പിൽ കയറും. ഓക്കെ, ഇനി അതേപോലെ ഗാലറി എടുത്താലും അവിടെ ഇങ്ങനെ ലോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ലോക്ക് എനേബിൾ ചെയ്താൽ മാത്രമേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അതൊരു നല്ല ഫീച്ചറാണ്. പിന്നെ അടുത്തതാണ് ക്വിക്ക് ബോൾ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വിക്ക് ബോൾ എന്ന് പറഞ്ഞാൽ ഈ ആപ്പിളിൻ്റെ ഫോണുകളിലൊക്കെ കാണുന്ന പോലെ ഇവിടുന്ന് ഒരു ബോൾ പോലെ കണ്ടിട്ട് അതിന് സൈഡ് ഞാൻ കാണിച്ചു തരാം. അത് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം താഴോട്ട് വന്നിട്ട് അഡീഷണൽ സെറ്റിങ്സ് എടുക്കുന്നു. അഡീഷണൽ സെറ്റിങ്സിനകത്ത് ക്വിക്ക് ബോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ടേൺ ഓൺ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ക്വിക്ക് ബോൾ ആക്റ്റീവ് ആയിരുന്നു കാണാം. ഇതുണ്ടോ, അത് നമുക്ക് ഇപ്പോൾ ലോക്ക് ലോക്ക് ചെയ്യാം. ഇതിങ്ങനെ മുകളിലേക്ക് വെക്കാം. മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ലോക്ക് ചെയ്യണമെങ്കിൽ അതാ ലോക്കായി. അതേപോലെ സ്ക്രീൻഷോട്ട് കൊടുക്കുമ്പോൾ അന്നേരം സ്ക്രീൻഷോട്ട് ആകുന്നു. ഓക്കെ, അതൊരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഈ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ഇതിനകത്ത് ഇതിൻ്റെ ഒരു പുതിയ ഒരു ഫീച്ചറാണ് ഈ സ്ക്രീൻഷോട്ട്. നമ്മളിപ്പോൾ ഇവിടുന്നൊരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇത് സ്ക്രോളിംഗ് സ്ക്രീൻഷോട്ട്. അതെങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 3 ഫിംഗർ കൊണ്ട് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീൻഷോട്ട് കിട്ടും. സ്ക്രീൻഷോട്ട് കിട്ടിയിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഇത്രയുള്ളൊരു സ്ക്രീൻഷോട്ട് മാത്രമായിരിക്കും ഉള്ളത്. അതിന് താഴെ ഇവിടെ സ്ക്രോൾ എന്നുള്ള കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് എടുക്കാം. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാവും. അത്രയും വലിയൊരു സ്ക്രീൻഷോട്ടാണ് എടുത്തേക്കുന്നത്. നമ്മളിത് ഇപ്പം വല്ല വെബ്സൈറ്റൊക്കെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ വലുതായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു അത്യുഗ്രം ഫീച്ചറാണ്. പിന്നെ അതേപോലെ ഇതിനകത്ത് ഇൻബിൽറ്റായിട്ട് തന്നെ ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോസുകൾ ഇൻബിൽറ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം അത് നമുക്ക് കുറച്ച് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കുറേ ഫീച്ചറുകളുണ്ട്. കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഇതൊക്കെ കൂട്ടാം. അതിനുശേഷം നമ്മൾ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇച്ചിരി ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും മതിയെങ്കിൽ ഇത്രയും ക്രോപ്പ് ചെയ്യാം. ഇത്രയും മാത്രമായിട്ടൊക്കെ ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു നല്ലൊരു ഫീച്ചറാണ്. ഓക്കെ, അടുത്തൊരു ടിപ്സാണ്. നമുക്ക് ഇവിടെ നമ്മളിപ്പം മിനിമൈസ് ചെയ്ത ആപ്പുകൾ നമ്മളിപ്പം കുറേ ആപ്പുകൾ എടുത്ത് മിനിമൈസ് ചെയ്തെങ്കിൽ ഓക്കെ, കുറച്ച് ആപ്പുകൾ മിനിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ആപ്പുകളിൽ അന്നേരപ്പമുള്ള സാധനങ്ങൾ കാണണമെങ്കിൽ നമ്മളിത് ഒന്ന് ഇങ്ങനെ ഫിംഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വലുതായി കഴിഞ്ഞാൽ നമുക്കിപ്പം ഇങ്ങനെ നോക്കാൻ പറ്റും. അല്ല ഇത് ഇങ്ങനെ വേണ്ടെന്നുള്ളവർക്ക് ചെറുതായി തന്നെ വെക്കാനുള്ള ഓപ്ഷനുണ്ട്. ഈ 2 ഓപ്ഷനുകളുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ നല്ല നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.